അപ്പൊ ഈ ഫോണൊക്കെ കണ്ട് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഈ ഫോൺ എടുത്ത് എന്തൊക്കെയോ ഓപ്ഷൻസിലൂടെ ഞാൻ പോയിട്ട് അവസാനം ഒരു ഫോൺ വീഡിയോ ഓണായി. അപ്പൊ വീട്ടിലിരുന്ന് ഇതിങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ വരും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല ഇത് എങ്ങനെ മാനേജ് ചെയ്യണം. ഞാനാകെ ഫോണൊക്കെ കൂടെ പിന്നെ പുതപ്പും തലീനൊക്കെ എടുത്ത് അതിന്റെ മുകളിൽ കുത്തി വെച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് വേറെ ഓപ്ഷനിലും എവിടെയൊക്കെ എത്തി അവസാനം അത് ഓഫായി. അപ്പൊ എനിക്ക് ആദ്യമായിട്ടും ഫോൺ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇതെന്താ സംഭവം എന്നുള്ളൊരു എന്താ പറയാ ആ ഒരു ഫീലിങ്ങിലും എല്ലാം കൂടെ പിന്നെ ഇത് ഇവന്റെ ഫോണാണല്ലോ, ഞാനാണെങ്കിൽ ഇവന്റെ അടുത്ത് ഭയങ്കര ക്രഷായിട്ടൊക്കെയുണ്ട്. അപ്പം ഇവൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളൊക്കെ ആടെന്നുള്ളൊരു ധാരണ ആ സമയത്ത് എന്റെ മനസ്സിൽ വന്നു. എനിവേ എന്തെങ്കിലും ഒക്കെ വർക്കാവാനുള്ളൊരു സാധ്യതയും കൂടെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ സംതിങ് ഇസ് ദെയർ, എനിക്കതറിയാം. അപ്പൊ ഞാനത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പോ എന്റെ വീടിന്റെ മുകളിലായിട്ട് ഒരു പ്ലാന്റേഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ജോലിക്ക് വരുന്നത് പുറത്തു നിന്നുള്ള ആൾക്കാരാണ്. ഈ പാലക്കാട്, മലപ്പുറം, ചിലപ്പോൾ കാസർഗോഡ്, കുമ്പള സൈഡിലൊക്കെ ഉള്ള ആൾക്കാരെ പണിക്ക് വരിക. അപ്പം ആ സമയത്ത് അവിടെ ബേസിന്റെ പണിയൊക്കെ കഴിഞ്ഞു. അതൊരു ടീമൊക്കെ വന്ന് ചെയ്തു പോയി. രണ്ടാമത്തെ പ്രാവശ്യം വന്നത് മലപ്പുറത്തുള്ള ഒരു ടീമായിരുന്നു. അവരവിടെ ചെയ്തുകൊണ്ടിരുന്ന അവരവിടെ വർക്ക് സൈറ്റ്സ് ഉണ്ടായിരുന്ന സമയത്താണ് എന്താണ് ഇവർ മുസ്ലിംസ് ആണ്. ഇവർ വന്നിരിക്കുന്നത് മലപ്പുറം വളാഞ്ചേരി ഭാഗത്തു നിന്നുള്ള കുറെ കൂടെ എന്റർടൈനിങ് ആയിരുന്നു ഇവര്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞങ്ങളെ വീട്ടുകാരും പ്രദേശവാസികളൊക്കെ ആയിട്ട് ഇവർ കുറെ കൂടി കമ്പനിയാണ്. കാരണം ഇവരും ജീവിച്ചിരുന്ന മുകളിലെ സൈഡില് അവിടെ കറണ്ട് ഒന്നും ഇല്ല. അപ്പൊ ഞങ്ങളുടെ വീട്ടില് ഇവരെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് ഫോണൊക്കെ കുത്തിയിടും, എടുത്തോണ്ട് പോകുന്നിട്ട്. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഈ ആളുടെ ഫോൺ എന്റെ റൂമിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഇതിൽ ഒരു 8 പേരൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ എല്ലാം അത്യാവശ്യം 1-2 പേരൊക്കെ നല്ല കാണാൻ എന്താ പറയാ ഒരു രക്ഷയില്ലാത്ത പൈമാരാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഏജ് ഒക്കെ പറയുകയാണെങ്കിൽ ഒരു 21-22 വയസ്സുള്ള പയ്യന്മാരുണ്ട്. 25 ഇൻ ബിറ്റ്വീൻ 30 അത്ര വരെ പോവാം. അതിനുള്ളിൽ ഏജുള്ള ആൾക്കാരാണ്. പിന്നെ അതിലൊരു പയ്യൻ സ്ഥിരമായിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വീട്ടിന്റെ കിണറ്റിൽ വന്ന് വെള്ളം എടുത്തിട്ട് പോകുന്നതാണ്. അപ്പൊ മിക്കവാറും ഇവന് ചേട്ടൊന്നും ഉണ്ടാവാറില്ല. ഇവനാണെങ്കിൽ നല്ല ഹെയർ ആണ്. എനിക്ക് ഹെയർ ആയിട്ടുള്ള പയ്യന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതൽ ഞാൻ അങ്ങനെയാണ്. ഇങ്ങനത്തെ ആൾക്കാരെ കുറെ കൂടെ ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഞാൻ അന്ന് തന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണെങ്കിൽ നല്ല ബിൽഡ് ബോഡിയാണ്. ഇങ്ങനത്തെ വർക്ക് ചെയ്യുന്നത് കൊണ്ടുകൂടെ ആയിരിക്കാൻ ഇവനൊരു പ്രത്യേക ഒരു എന്താ ഒരു പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ മിക്കവാറും വെള്ളം പോണ സമയത്ത് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പണി, അതായത് സാധാരണ അതിൽ പണിയെന്ന് വെച്ചാലല്ലെങ്കിൽ ഇവരുള്ള സമയം ആയതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യും കേട്ടോ. കേൾക്കുന്നുണ്ടോ? എടാ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടടാ ഓഡിയോയില്. അതെ, ഓഡിബിൾ അല്ല കേട്ടോ, നല്ല രീതിയിൽ ബ്രേക്ക് ആവുന്നുണ്ട്. അല്ല ഇപ്പൊ കേൾക്കാവോ? പോയോ പുള്ളിക്കാരി? ഇല്ല, അവളുണ്ട്, പക്ഷെ അവളെ കാണാൻ പറ്റുന്നില്ല. അതോ ഇത് കാണാൻ കാണാൻ നിങ്ങൾ പറയുന്ന കേൾക്കാവേ. എനിക്ക് കവറേജിന്റെ ഒന്ന് ലീവായിട്ട് വരാവോ? അപ്പൊ ചിലപ്പം ക്ലിയർ ആവുമായിരിക്കും. കാണാൻ കഴിയുന്നില്ല. ഇല്ലില്ല, കാണാൻ ഇല്ല, പറ്റുന്നില്ല. കാണുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഭയങ്കര നോയ്സ് ഉണ്ട്. അതെ, എനിക്കൊരു സംശയം, ഞാനുണ്ടോ? കുഞ്ഞിലുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നേരത്തെ കണക്ഷൻ പോയതുകൊണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി കേട്ടുള്ളൂ. എന്താ ഇരുട്ട് മുറി, കറണ്ട് ഇല്ല, ചാർജ്, അങ്ങനെയൊക്കെ കേട്ടത്. നെഞ്ചത്തെ രോമം ഞാൻ കേട്ടു. അത് ഞാൻ കേട്ടു. ഹെയറി മനുഷ്യരെ എനിക്കും ഇഷ്ടമാണ്. അസ്മിയ പറയൂ. കേൾക്കുന്നുണ്ട്. ഇപ്പൊ കേൾക്കാവോ? കേക്കാം. പറഞ്ഞു. ഓക്കെ 1 മിനിറ്റ്. 1 മിനിറ്റോ? ഞങ്ങളിവിടെ കുഞ്ഞിലെ ഇടയ്ക്കിടയ്ക്ക് പോകുന്ന പ്രവണത ശരിയല്ല കേട്ടോ. ഞാൻ നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ഷൻ അല്ല, ഞാൻ കണക്ഷന്റെ പ്രശ്നമാണ്. എനിക്ക് ഇവിടെ ഫുൾ ടൈം വേണം. എനിക്ക് നിങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കും കുറച്ചു നേരം. കേക്കാവോ? കേക്കാം, പറഞ്ഞോ. ഓക്കെ ഞാൻ പെട്ടെന്ന് കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ചാൽ ഇവിടെ കവറേജ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആരൊക്കെ കേട്ടോന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിന്റെ മുകളിലെ സൈറ്റിൽ പണിക്ക് വന്ന ഒരു ചെക്കൻ എന്റെ റൂമിൽ ഫോണൊക്കെ ചാർജ് ചെയ്തുമായിരുന്നു വീട്ടില്. അപ്പൊ ഒരു ദിവസം ആക്സിഡന്റലി ഇവന്റെ ഫോൺ എന്റെ റൂമിലാവുകയും അത് അതിനകത്ത് ഒരു ചൈന സെറ്റ് ആയിരുന്നു കേട്ടോ.
അപ്പം എനിക്കിതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഈ ഫോണൊക്കെ കാണുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ അന്ന് ഫോണൊന്നും ഇല്ല. അപ്പോൾ ഒരു ചെറിയ ടോർച്ചറ്റ് എടുത്തിട്ട് ഞാൻ ഈ സ്നേക്കിന്റെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് ഉണ്ടായിരുന്ന ഫോണ്. അപ്പൊ ഈ ഫോണൊക്കെ കണ്ട് ക്യൂരിയോസിറ്റിയിൽ ഞാൻ ഈ ഫോൺ എടുത്ത് എന്തൊക്കെയോ ഓപ്ഷൻസിലൂടെ ഞാൻ പോയിട്ട് അവസാനം ഒരു ഫോൺ വീഡിയോ ഓണായി. അപ്പൊ വീട്ടിലിരുന്ന് ഇതിങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ വരും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല ഇത് എങ്ങനെ മാനേജ് ചെയ്യണം. ഞാൻ ആകെ ഫോണൊക്കെ കൂടെ പിന്നെ പുതപ്പും തലീനൊക്കെ എടുത്ത് അതിന്റെ മുകളിൽ കുത്തി വെച്ചു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്ത് വേറെ ഓപ്ഷനിലും എവിടെയൊക്കെ എത്തി അവസാനം അത് ഓഫായി. അപ്പൊ എനിക്ക് ആദ്യമായിട്ടും ഫോണ് കണ്ടതിന്റെ എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ അതിന്റെ ഒരു ഇതെന്താ സംഭവം എന്നുള്ളൊരു എന്താ പറയാ ആ ഒരു ഫീലിങ്ങിലും എല്ലാം കൂടെ. പിന്നെ ഇത് ഇവന്റെ ഫോണാണല്ലോ, ഞാനാണെങ്കിൽ ഇവന്റെ അടുത്ത് ഭയങ്കര ക്രഷ് ആയിട്ടൊക്കെയുണ്ട്. അപ്പം ഇവൻ ഇങ്ങനെയൊക്കെ ഉള്ള ആളൊക്കെ ആടെന്നുള്ളൊരു ധാരണ ആ സമയത്ത് എന്റെ മനസ്സിൽ വന്നു. എനിവേ എന്തെങ്കിലും ഒക്കെ വർക്കാവാനുള്ളൊരു സാധ്യതയും കൂടെ ഞാൻ അവിടെ കാണുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ സംതിങ് ഇസ് ദെയർ, എനിക്കും അതറിയാം. അപ്പൊ ഞാനത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ അവന് ഫോൺ എടുത്തു. ഇവന്റെ നമ്പർ ഞാൻ ഫോണിൽ നിന്ന് ഡയൽ ചെയ്തെടുത്തു. അല്ല, ഡയൽ ചെയ്തെടുക്കല്ല ചെയ്തത്. ആക്ച്വലി ഞാൻ എൻ്റെ വാപ്പാന്റെ കോണ്ടാക്റ്റിൽ ഇവന്റെ നമ്പർ ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് എൻ്റെ ഫോണിൽ നിന്ന് ഇവനെ വിളിച്ചു. അപ്പൊ ഇവൻ ആക്ച്വലി എങ്ങനെയും ഒക്കെ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കാം. എൻ്റെ അടുത്ത് ഈ ഫോണുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോണിൽ സംസാരിക്കും, വളരെ പതിയെ ശബ്ദത്തില്. കാരണം എൻ്റെ റൂമിൽ എൻ്റെ ബ്രദറും സിസ്റ്ററും ആ സമയത്ത് താമസിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനൊരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് അത്ര ഒരു ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയില്ല. അങ്ങനെ സംസാരിച്ച് തൊട്ട് മുകളിൽ തന്നെ ഇവർ താമസിക്കുന്നത്. ഒരു ദിവസം താഴത്തോട്ട് വന്നു. രാത്രി സംസാരിച്ച് ഏകദേശം ഒരു 12 മണി നേരത്തോട്ടോ താഴത്തോട്ട് വരുന്നേ. 1 മിനിറ്റ്. ഇതെന്താണ് എന്നെ മുൾമുനയിൽ നിർത്തി ഇല്ല, ഞാൻ പോവില്ല. പറയൂ. അപ്പൊ ഒരു 12-12:30 ആയിട്ടുണ്ടെന്ന് തോന്നും. അപ്പം 12:30 അല്ല, 1 മണിക്കാനായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇവൻ വന്നെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടില് മറ്റേ പഴയ തറവാട് സെറ്റപ്പ് വീടാണ്. അപ്പം അവിടെയുള്ള ജനലെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വൂഡൻ ജനലാണ്. അതിന് തന്നെ നമുക്ക് ഒരാളുടെ കൈ അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എത്തും. ഇതാണ് അതിന്റെ ലിമിറ്റേഷൻ. ഞാൻ പറയാണ്, ഏകദേശം മനസ്സിലായിണ്ടാന്ന് തോന്നുന്നു. അപ്പൊ അവിടെ വന്ന് ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണുകയാണ്. ഇവനാണെങ്കിൽ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഉറക്കെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ എന്നോട് പറയും മെല്ലെ സംസാരിക്കുന്ന പറയും. ഒപ്പണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവൻ മെല്ലെ സംസാരിക്കാൻ പറഞ്ഞു വന്നു. മെല്ലെ ഓക്കെ ആക്കി കൈ അതിന്റെ ഉള്ളിൽ കൂടെ ഇടാൻ നോക്കി. ഓക്കെ, ഇനി അവന്റെ കൈ പോവാനുള്ള ഗ്യാപ്പൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് ആള് കുറെ കൂടെ സ്ലിം ആയിരുന്നു. അങ്ങനെ കൈ ഇട്ടിട്ട് എന്റെ തല പിടിച്ചിട്ട് എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്നും കൂടുതൽ അറിയില്ല. ആള് കുറെ കൂടെ ക്ലോസ് ആക്കിയിട്ട് ആളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. എനിക്കാണെങ്കിൽ കയ്യിലൊക്കെ മറ്റേ ഷോക്ക് അടിക്കുന്ന ഫീലിംഗ് വരികയാണ്. ആ ടച്ചിൽ തന്നെ എനിക്ക് ഭയങ്കര ഫീലിംഗ്, കാരണം ഹി വാസ് വെരി ഹെയറി. അപ്പൊ കയ്യിലൊക്കെ ഈ ഹെയർ ഉണ്ട്, എനിക്കത് ഫീൽ ആവുന്നുണ്ട്. ആൾ അടുത്തോട്ട് കൊണ്ടുപോയി. ആൾക്കാണെങ്കിൽ നല്ല താടിയും മീശയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെച്ചിട്ട് ഒരൊറ്റ സ്മൂത്ത് ചെയ്യലായിരുന്നു. ഒന്നും പറയാനില്ല. ഞാൻ ഒരു മിനിറ്റില് എന്താ പറയാ, ഒരു ഇലക്ട്രിക് സ്ഫോടനം എന്നൊക്കെ പറയില്ലേ, അമ്മാതിരിയുള്ളൊരു സാധനം എക്സ്പീരിയൻസ് ചെയ്തു. പിന്നെ അവിടെ ഏകദേശം അതൊരു കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്സ് അത് പോയി. പിന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളൊരു കുറച്ച് കാലം അത് ഏകദേശം ഒരു 1 month ഒക്കെ പോയി. പിന്നെ ഈ കിസ്സിങ് മാത്രമല്ല, സംതിങ് ആൻഡ് ഓൾ ഹാപ്പൻഡ്, അറിയാലോ. ഇതായിരുന്നു എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. എനിക്ക് വയ്യ. എന്തോന്നത് നിങ്ങൾക്കൊക്കെ ഞാൻ വലിയ സംഭവമായിരിക്കും. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇതെന്താണിത്? പക്ഷെ ഇതിന്റെ വേറൊരു ഗുണം എന്താ പറയാ, എനിക്ക് പിന്നൊരു കാര്യം മനസ്സിലായി, ജനല് കൊള്ളാമല്ലോ. അപ്പൊ അവര് പണി കഴിഞ്ഞ് പോയപ്പോ എനിക്ക് പിന്നെ കാമുകൻ ഉണ്ടായപ്പോ പിന്നെ കാമുകന്മാരൊക്കെ ജനലിന്റെ അടുത്ത് വരുന്നതായി. അപ്പൊ ഈ ജനലൊരു മെമ്മറി ആയിട്ട്. അയ്യോ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ ഒരു കാമുകനെ പട്ടി ഓടിച്ചിട്ട് വന്നിട്ട് ഇവൻ എന്റെ അടുത്ത് കാണാൻ വേണ്ടി വന്നതാണ് രാത്രിയില്. ദൂരെ ഒരു ഏകദേശം 500 മീറ്റർ അപ്പുറത്ത് വണ്ടി വെച്ചിട്ട് വേണം നടന്നു വരാന്. ഒന്നാമത് ആ ഏരിയയിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുസ്ലിംസിന്റെ വീട് 2-3 മുസ്ലിംസിന്റെ വീട് മാത്രമേ ഉള്ളൂ. കൂടുതലും അവിടെ RSSകാരുടെ വീടുകളാണ്. അപ്പം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ
ഇവര് അവിടെ വെച്ച് ഇയാളെ പിടിക്കുകയാണെങ്കിൽ അത് വേറെ രീതിയിലുള്ള പ്രശ്നമായിട്ട് പോകും. അത്ര ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ എന്റെ കാമുകൻ ചെയ്തിരുന്നത്. ആളിട്ട് പട്ടികളിട്ട് ഓടിച്ചു. അതും ഈ മരപ്പട്ടി ടൈപ്പൊക്കെയാണ്, ഈ കാട് പ്രദേശമാണ് ഞങ്ങളുടെ. ഒരു കൂട്ടമായിട്ട് വന്നിട്ട് ഇവൻ ജനലിന്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിൽക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തൊരു സുഖം, നല്ല സുഖം, സൂപ്പർ അടിയാ. അയ്യോ, പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഒരു പ്രാവശ്യം എന്റെ കാമുകൻ ഇജാക്കുലേറ്റ് ചെയ്തപ്പോ അതിന്റെ ഒരു പാട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 4 വർഷത്തോളം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. ഈ അസ്മിക്ക് താടി പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. അസ്മിയുടെ കാമുകനുണ്ടായിരുന്നേ, പറയട്ടാടി. അജ്മിയുടെ തുണ്ട് കഥ എന്ന് പറഞ്ഞ് വേറൊരു സാധനം ഞാൻ ഉണ്ടാക്കി തരാ സാറാ. താടി പിടിച്ചോണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ്. തല പിടിച്ചോണ്ടിരിക്കും ഇവള്. അങ്ങനെ ഒരു സുഖമുണ്ട് കുഞ്ഞില ഇവിടെ. താടി മാത്രമല്ല സന, പലതും പിടിക്കുമ്പോഴും സുഖം തന്നെ അല്ലേ? അതെ, ചിലരുടെ താടിയുടെ സ്ട്രക്ചറൊക്കെ കൊള്ളായിരിക്കും, ചില ഹെയറിന്, എല്ലാവർക്കും ഹെയർസിനൊക്കെ ഭയങ്കര വേരിയേഷൻസ് ഉണ്ടല്ലേ. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര രസമായിരിക്കും. ചിലത് എനിക്ക് ഈ സ്മൂത്ത് ആയിട്ട് സ്ട്രൈറ്റൻ ആയിട്ട് കിടക്കുന്ന താടിയൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് കുറച്ച് ചുരുണ്ട്, കുറച്ച് തിക്കായി, ഭയങ്കര രസമാണ് അങ്ങനെയൊക്കെ. പിന്നെ നല്ല കട്ടി മീശ. ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നറിയോ, എന്റെ ഫ്രണ്ട് കേൾക്കുന്നുണ്ട് അസ്ലി, നെഞ്ചത്തെ രോമം മോളെ ഒരു രക്ഷയുള്ളത്. ഇതിന്റെ കോമഡി എന്താ അറിയോ, ഈ ചില ആൾക്കാർ ചോദിക്കും ഈ താടിയും മീശയൊക്കെ മൂടിയിട്ട് ഇവന്മാരെ വായൊന്നും കാണുന്നില്ല, നിങ്ങളൊക്കെ എങ്ങനെ കിസ് ചെയ്യരുത്. എനിക്ക് താടിയും ഈ മീശയൊന്നും ഇല്ലാത്ത ആൾക്കാരെ കിസ് ചെയ്യാനാണ് എനിക്ക് കുറെ കൂടെ പ്രയാസം. എനിക്ക് കംഫർട്ടും കൂടുതലും ഞാൻ എൻജോയ് ചെയ്യുന്നതും ഒക്കെ താടിയും മീശയുള്ള ആൾക്കാരെ ആയിരിക്കും. അങ്ങനെ തന്നെയാ തോന്നണേ. ഇല്ല, ചില സമയത്ത് നമ്മൾ ഈ ഡോമിനൻസിന്റെ ഒരു ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു സമയം. ആക്ച്വലി ഞാൻ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. അപ്പം ആ ഫാന്റസീസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പം ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരാളായിരിക്കുമ്പോൾ ഞാൻ കുറെ കൂടെ അതിൽ ഒരു പ്ലഷർ എനിക്ക് കൂടുതൽ കിട്ടാറുള്ള പോലെയൊക്കെ തോന്നാറുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്, അങ്ങനെയാ.